വീട്ടിൽ പ്രസവിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ഒരാളുണ്ട്. വീട്ടിൽ പ്രസവിച്ച ഒരു കുഴപ്പമില്ല. പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു അസുഖമൊന്നുമല്ല, അത് ചികിത്സ ആവശ്യമുള്ള ഒരു കാര്യമില്ല. വളരെ നോർമലായിട്ട് പഴയ കാലത്തൊക്കെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ പഴയ കാലത്ത് ഒരു പ്രശ്നമുണ്ട്. 10 or 15 പ്രസവം നടക്കും. ആ 15 പ്രസവത്തിൽ ഒരു 10 പേര് കിട്ടും. ചില പ്രസവത്തോടെ മരിച്ചു പോകും, ചിലപ്പോൾ പ്രസവിക്കുന്ന ആൾ തന്നെ മരിച്ചു പോകും. ഈ 10 പേരെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഒരു 5 പേരൊക്കെയാണ് അവശേഷിക്കുക, അതിജീവിക്കുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലെ മരണനിരക്ക് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണത്. നമുക്ക് ഹെൽത്ത് സിസ്റ്റത്തിൽ ആക്സസിബിലിറ്റി ഉണ്ട്. ഏത് റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോലും നമുക്ക് ആരോഗ്യ സംവിധാനങ്ങളുണ്ട്. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് സുഖകരമായി പ്രസവിക്കാൻ പറ്റുന്ന ആരോഗ്യ സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മരണനിരക്ക് കുറയുന്നത്. നമ്മൾ ഈ ഗർഭിണിയായ സ്ത്രീകളെ മുതൽ എന്ത് ചെയ്യുന്നു, അവരെ ഗർഭകാലം മുതൽ തന്നെ പരിചരിക്കുന്നു. അതിനുള്ള സംവിധാനമുണ്ട്. ആശാവർക്കർമാരുണ്ട്, അംഗനവാടികളുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പോഷകാഹാരം ഉറപ്പാക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യക്ഷമമായൊരു സംവിധാനം വേണ്ട, ഇത് വേണ്ട, ഞങ്ങൾ വീട്ടിൽ പ്രസവിച്ചോളാം എന്ന് പറയുന്നത് പല കാരണങ്ങളാൽ അപകടകരമാണ്. ഒന്ന്, ഇത് 5ാമത്തെ പ്രസവമാണ് ഈ സ്ത്രീയുടേത്. 5ാമത്തെ പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന ഹെമറേജ് ഉണ്ടാവാനും അമിത രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്, വളരെ റിസ്ക്കിയാണ്. ആ സാഹചര്യത്തിലാണിത് ഗർഭാവസ്ഥ പോലും മറച്ചു വെച്ചുകൊണ്ട്, ആരോഗ്യ സംവിധാനത്തോട് മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത്. ഇതിൽ ഈ സ്ത്രീയുടെ ഭർത്താവ്, മരിച്ചുപോയ സ്ത്രീയുടെ ഭർത്താവിനെ കുറിച്ചും വലിയ തോതിലുള്ള വിമർശനം സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. അവരുടെ ബന്ധുക്കളെ ഇയാളെന്ന് ഇരുത്തി ചോദ്യം ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ഇയാളെ പറ്റിയുള്ള മറ്റൊരു വിമർശനം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോകൾ ധാരാളമായി ഉണ്ടാക്കുന്ന ഒരാളെന്ന കൂടിയാണ്. അന്ധവിശ്വാസികൾ അപ്പോൾ അത് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തട്ടിപ്പാണ് നടത്തുന്നത്. അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരാളാണ്. ആ തട്ടിപ്പിനൊപ്പമാണ് ഈ തരത്തിൽ ഉള്ള അന്ധവിശ്വാസങ്ങൾ കൂടി വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു ജീവൻ കുരുതി കൊടുത്തതെന്ന് പറഞ്ഞ് വിമർശനമുണ്ട്. തീർച്ചയായിട്ടും ഇതിനെതിരെ വലിയ തോതിലുള്ള ബോധവൽക്കരണവും പ്രചാരണവും നടത്തേണ്ടതുണ്ട്. അല്ലാതെ ഇത് കേസ് കൊണ്ടോ നിയമ നടപടികളോ കൊണ്ടല്ല തടയാൻ കഴിയുക. ബോധവൽക്കരണം തന്നെയാണ് പ്രധാനമായും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.